വെൽക്കം ബാക്ക് ടു ഐ ഫോർ എഡ്യൂക്കേഷൻ. CBT എക്സാം എടുത്തു. നമ്മളിപ്പോൾ നമ്മുടെ പ്രിപ്പറേഷൻസ് ആയിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. സോ നമ്മൾ ഒരുപാട് ടോപ്പിക്സ് കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഏതാണ്? ലിറ്റററി ഓണേഴ്സ് ആണ്. ആൻഡ് ഇത് ലിറ്റററി ഓണേഴ്സിന്റെ പാർട്ട് 2 ആണ്. നമ്മൾ ഇത് മുന്നേ ലിറ്റററി ഓണേഴ്സ് ഒന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പൊ നമ്മൾ എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്? പോയിട്രി അല്ലെ. പോയിട്രി എന്ന് പറഞ്ഞിട്ടുള്ള ഓണർ പറഞ്ഞു. ആൻഡ് പോയിട്രിയുടെ ഡിവിഷൻസ് ഒക്കെ പറഞ്ഞിരുന്നു. നറേറ്റീവ്, ഡ്രമാറ്റിക്, ലിറിക് എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, അപ്പൊ ആ വീഡിയോ കാണാത്തവര് നമ്മുടെ ചാനലിൽ അത് കിടപ്പുണ്ടാവും, ഒന്ന് പോയിട്ട് കാണാം. ഓക്കെ, എന്നിട്ട് ഇങ്ങോട്ട് വരാം. അതിന്റെ ബാക്കിയാണ് ഇത്. ഓക്കെ, സോ നമുക്ക് ലിറ്റററി ഓണേഴ്സിന്റെ പാർട്ട് 2 നോക്കാം അല്ലേ. ഇത് 4 ആയി അല്ലേ, 2 നോക്കാം. ഓക്കെ, സോ ഓണേഴ്സ് ഓഫ് ലിറ്ററേച്ചർ നമുക്ക് എന്തൊക്കെയാണ് ഇനി അങ്ങോട്ട് നോക്കാനുള്ളതെന്ന് ഒന്ന് നോക്കാം. യെസ്, അപ്പൊ ഇത് നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞാണ് അല്ലെ. വാട്ട് ഈസ് യോണർ ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മെയിനായിട്ട് ലിറ്ററേച്ചറിന്റെ ഡിവിഷൻസ് ഒക്കെ നമ്മൾ പറഞ്ഞതായിരുന്നു. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് ഓടിച്ച് പറഞ്ഞു പോവുകയാണ്. പക്ഷെ ഇതിലില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ പ്രീവിയസ് വീഡിയോയിലാണ് ഉള്ളത്. അതൊന്ന് പോയി കാണണം കേട്ടോ. ആൻഡ് യാ, യോണർ ഈസ് എ പെർട്ടിക്കുലർ സ്റ്റൈൽ ഓർ ടൈപ്പ് ഓഫ് റൈറ്റിംഗ് അല്ലെ. എന്താണ്? ഒരു പെർട്ടിക്കുലർ സ്റ്റൈൽ ഓർ ടൈപ്പ് ഓഫ് റൈറ്റിംഗ് ആണ് യോണർ എന്ന് പറയുന്നത് അല്ലെ. ആൻഡ് ഇവിടെ നമുക്ക് കാര്യമായിട്ട് ലിറ്ററേച്ചറിൽ ഏത് യാനേഴ്സ് ആണ് ഉള്ളത്, ഏതൊക്കെയാണ്? പ്രോസ്, പോയിട്രി. ഇതൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞാണ്. ഇത്തവണ അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പോയില്ല കേട്ടോ. ആൻഡ് പ്രോസിനെ നോൺ ഫിക്ഷൻ ആൻഡ് ഫിക്ഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതെന്താന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് പോയിട്രീനെ നെറേറ്റീവ്, ലിറിക്, ഡ്രമാറ്റിക് എന്ന് പറഞ്ഞിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ അണ്ടറിലും ഒരുപാട് ഡിവിഷൻസ് വരുന്നുണ്ട് അല്ലേ. അപ്പം ഏതൊക്കെയാണ് എന്നുള്ളത് ഒന്നൊന്ന് ഓടിച്ചു നോക്കിയേ. എപ്പിക്, ബാലഡ് ആൻഡ് മെട്രിക്കൽ ടെയിലൊക്കെ നെറേറ്റീവിൽ വരും. ആൻഡ് പോയിട്രിയിൽ ലിറിക്കായിട്ട് സോങ്, ഓഡ്, സോനറ്റ് ആൻഡ് എലജി, ഐഡിയലൊക്കെ വരുന്നുണ്ട്. ഡ്രാമാറ്റിക്കിൽ ട്രാജഡി, കോമഡി, മെലോ ഡ്രാമ, ഫാഴ്സ്, സോഷ്യൽ പ്ലേ വരുന്നുണ്ട്. ആൻഡ് ഫിക്ഷനിൽ ഏതൊക്കെയാണ്? ലെജൻഡ്, ഷോർട്ട് സ്റ്റോറി, നോവൽ, ഫേബിൾ, പാരബിൾ, നോവൽ അല്ലേ. ആ പേരുകൾ കേൾക്കുമ്പോൾ തന്നെ അതെന്താന്നുള്ളത് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. മനസ്സിലായില്ലെങ്കിൽ മുൻപത്തെ വീഡിയോ. ഓക്കെ. ആൻഡ് നോൺ ഫിക്ഷൻ ബയോഗ്രഫി, ഹിസ്റ്ററി, ന്യൂസ്, ഡയറി, അനക്ഡോട്ട്, എസ്സേ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൽ വരുന്നത്, നോൺ ഫിക്ഷനിൽ വരുന്നത്. അപ്പോൾ ഇതാണ് മേജർ ആയിട്ടുള്ള ലിറ്റററി യോണേഴ്സിൻ്റെ ഡിവിഷൻ അല്ലേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. യെസ്, ദെൻ ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ് മേജർ ആയിട്ടുള്ള ഡിവിഷൻസ് എങ്ങനെയൊക്കെയാണ് വരുന്നത്. ഈച്ച് യോണേഴ്സ് ഓഫ് ലിറ്ററേച്ചർ അല്ലേ. അല്ലെങ്കിൽ ഈച്ച് യോണർ ഹാസ് ഇറ്റ്സ് ഓൺ ക്യാരക്ടറിസ്റ്റിക്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് പോയട്രിയുടെ നമ്മൾ നോക്കി. ഫസ്റ്റ് വൺ ഏതായിരുന്നു? പോയട്രി ആയിരുന്നു. അപ്പോൾ പോയട്രിയുടെ ക്യാരക്ടറിസ്റ്റിക്കും കാര്യങ്ങളും ഒക്കെ നമ്മൾ നോക്കിയതാണ് അല്ലേ. എത്ര ഡിവിഷൻ ഉണ്ട് എല്ലാം നമ്മൾ പറഞ്ഞു. ആൻഡ് പ്രോസിനെയുണ്ട്, പിന്നെ ഡ്രാമ ആക്ച്വലി നമുക്ക് ഇവിടെ പ്രോസിൻ്റെ അണ്ടറിൽ പറയാമല്ലോ. ഒരു പ്രോസ് ആയിട്ട് തന്നെയാണ് നമ്മൾ എന്തെഴുതുക, ഡ്രാമ എഴുതുക. പക്ഷേ നമുക്ക് ഡ്രാമ എന്ന് പറയുമ്പോൾ അതെന്താണ്? meant to be staged അല്ലേ. സ്റ്റേജിലേക്ക് തന്നെ പേർപ്പസ്ഫുള്ളി എഴുതുന്ന സാധനമാണ് എന്ത്? ഡ്രാമ. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ വേറൊരു സെപ്പറേറ്റ് യോണർ ആയിട്ട് തന്നെ എന്തിനെ കാണാം? നമുക്ക് ഡ്രാമനെ കാണാം. ഓക്കെ, സോ ഇങ്ങനെയാണ് ബേസിക് ആയിട്ട് വരുന്ന ഡിവിഷൻസ് എന്ന് പറയുന്നത്. ദെൻ ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പോയിട്രി പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ എന്തായിരിക്കും ഫസ്റ്റ് നോക്കാൻ പോകുന്നത്? പ്രോസ്. അപ്പോൾ എന്താണ് ഒരു പ്രോസ് വർക്ക് അല്ലേ. പ്രോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പ്രോസ് ടെൽസ് എ സ്റ്റോറി അല്ലേ. ഒരു സ്റ്റോറി പറയും. അപ്പോൾ നമുക്ക് പോയിട്രിയിലൂടെയും സ്റ്റോറി പറഞ്ഞൂടെ അല്ലേ. അപ്പോൾ സ്റ്റോറിയാണ് പ്രോസ് എന്ന് പറയാൻ പറ്റില്ല. അതാണ് പോയിട്രിയിലും എന്തുണ്ട്? സ്റ്റോറി ഉണ്ട്. ഒരു സ്റ്റോറി നമുക്ക് പോയിട്രിയിലൂടെയും പറയാൻ പറ്റും അല്ലേ. നറേറ്റീവ് പോയിട്രിയിലൂടെയൊക്കെ പറയാം, ഡ്രമാറ്റിക് പോയിട്രിയിലൂടെയൊക്കെ നമുക്കൊരു സ്റ്റോറി പറയാൻ പറ്റും അല്ലേ. ആൻഡ് പ്രോസ് ടെൽസ് എ സ്റ്റോറി. സ്റ്റോറി പറയും. ആൻഡ് സ്റ്റോറി ഐഡിയ ഓർ ഇൻഫർമേഷൻ ഇൻ സെൻറ്റൻസസ് ആൻഡ് പാരഗ്രാഫ്സ് അല്ലേ. അവിടെയാണ് ഡിഫറൻസ് വരുന്നത്. സ്റ്റോറി, ഐഡിയ ഓർ ഇൻഫർമേഷൻ ഇൻ സെൻറ്റൻസസ് ആൻഡ് പാരഗ്രാഫ് അല്ലേ. സെൻറ്റൻസ് ആയിട്ട് ആൻഡ് ഒരു പാരഗ്രാഫ് ആയിട്ട്, ഒരു പാരഗ്രാഫ് അല്ല, ഒരുപാട് പാരഗ്രാഫ്സ് ആയിട്ട് ആയിരിക്കും ഒരു സ്റ്റോറി പറയാം. എന്ത്? പ്രോസ് പറയാം അല്ലേ. ആൻഡ് ഇറ്റ്സ് ലാംഗ്വേജ് ഇസ് സിമിലിയർ ടു ഹൗ വി കമ്മ്യൂണിക്കേറ്റ് ഇൻ റിയൽ ലൈഫ്. ആൻഡ് പോയിട്രിയുടെ ലാംഗ്വേജ് റിയൽ ലൈഫുമായിട്ട് ഒരുപോലെ ആയിരിക്കുമോ? അല്ല അല്ലേ. ഒരുപോലെയാണോ? അല്ല. അത് നമുക്ക് ഭയങ്കര പോയറ്റിക് ആയിട്ടുള്ള നല്ല എംപലിഷ്ഡ് ലാംഗ്വേജ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരുപാട് ഇന്നർ മീനിങ്സ് ഉള്ള ആ ലെവലിലൊക്കെയുള്ള ലാംഗ്വേജസ് ആയിരിക്കും പോയട്രിക്ക് ഉണ്ടാവുക. പക്ഷെ പ്രോസിന് നമുക്ക് വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവും. അതാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിരുന്നു. പോയട്രിക്ക് ഉള്ളതിനേക്കാൾ റീഡേഴ്സ് എന്തിനുണ്ടാവും? പ്രോസിനുണ്ടാവും. കാരണം പോയട്രി അത്രയും നമ്മൾ തന്നെ മുദ്ര കൊടുത്ത് ഭുജികളായവരൊക്കെ ആയിരിക്കും വായിക്കുക അല്ലേ. അല്ലാതെ ഉള്ളവരൊക്കെ നമുക്ക് പൊതുവെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ പ്രോസ് ആയിരിക്കും
അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും, അല്ല എന്താ പറയുന്നത് നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും, അത് നമുക്ക് പെട്ടെന്ന് ആസ്വദിക്കാൻ പറ്റും. പക്ഷെ പോയട്രി ആസ്വദിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെയും നമ്മൾ അതുമേ കിടന്ന് മെനക്കെടണം അല്ലേ. ഒറ്റ വായനയിലൊന്നും ഒരു പോയത്തിൻ്റെ മീനിങ് നമുക്ക് അങ്ങോട്ട് മനസ്സിലാവണം എന്നില്ല, കവി ഉദ്ദേശിച്ചത് നമുക്ക് മനസ്സിലാവണം എന്നില്ല അല്ലേ. And then its language is similar to how we communicate. അല്ലേ, നമ്മളെ കമ്മ്യൂണിക്കേറ്റ് റിയൽ ലൈഫിലെ കമ്മ്യൂണിക്കേഷനിലെ സെയിം ലാംഗ്വേജ് ആയിരിക്കും എന്തിനുണ്ടാവുക, പ്രോസിനുണ്ടാവുക. ആൻഡ് ഇറ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ഫിക്ഷൻ ഓർ നോൺ ഫിക്ഷൻ അല്ലേ. എന്താണ് അതിന് നമുക്ക് എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാം, ഫിക്ഷൻ ഓർ നോൺ ഫിക്ഷൻ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ നമ്മൾ ഏതൊക്കെ പറഞ്ഞു അല്ലേ, ഫിക്ഷൻ്റെ അണ്ടറിൽ ഏതൊക്കെയാണ് വരുന്നത്, നോൺ ഫിക്ഷൻ്റെ അണ്ടറിൽ പറഞ്ഞു. ആൻഡ് ഫിക്ഷൻ എന്താണ്, ഇമാജിനേറ്റീവ് ആണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഇമാജിനേറ്റീവ് ആയിട്ടുള്ളതായിരിക്കും ഫിക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നോൺ ഫിക്ഷനോ ഫാക്ച്വൽ ആണ് അല്ലേ, അത് ഫാക്ച്വൽ ആണ്. ആൻഡ് അത് റിയൽ ലൈഫിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആയിരിക്കും. അതായത് ഇപ്പോൾ നോൺ ഫിക്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞതിൽ പറയുകയാണെങ്കിൽ നമുക്ക് ഡയറി ഒരു നോൺ ഫിക്ഷൻ ആണ് അല്ലേ, ഡയറി ഒരു നോൺ ഫിക്ഷൻ ആണ്. ആൻഡ് അതുപോലെ തന്നെ ബയോഗ്രഫി നോൺ ഫിക്ഷൻ ആണ് അല്ലേ. ഒരാളുടെ ലൈഫ് നമുക്ക് എന്താണ് അത് ഇമാജിനേഷനിൽ അല്ലല്ലോ നമ്മൾ എഴുതല്ലേ, ഇമാജിനേറ്റീവായിട്ട് നമ്മുടെ ഭാവനയ്ക്ക് അവിടെ എന്തെങ്കിലും സ്ഥാനമുണ്ട് ഇല്ല. അവിടെ എന്താണ്, അവിടെ അവരുടെ റിയാലിറ്റി എന്താണോ, അവരുടെ ലൈഫിലെ റിയാലിറ്റി എന്താണോ അതായിരിക്കും നമ്മൾ കൊടുക്കുക അല്ലേ, ഫാക്ട് എന്താണോ അല്ലേ. അപ്പോൾ അതെന്താണ് നോൺ ഫിക്ഷൻ റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ അത് ഫാക്ച്വൽ ആണ്. ആൻഡ് ഫിക്ഷൻ എന്ന് പറയുമ്പോൾ അതെന്താണ് ഇമാജിനേറ്റീവ്, നമ്മൾ ഇമാജിൻ ചെയ്ത് എഴുതുന്ന സ്റ്റോറി, അതുപോലെ നോവല്, അങ്ങനെ ഇതൊക്കെ എന്താണ്, അതൊക്കെ ഫിക്ഷനാണ്. ഓക്കെ. ആൻഡ് ഇപ്പോൾ യെസ് ഇത് ഓർക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാനൊരു വേറൊരു സംഭവം പറഞ്ഞത്, ഇപ്പോൾ ഫിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നോൺ റിയൽ എന്ന് കൂട്ടാം. ഓക്കെ, നോൺ ഫിക്ഷൻ എന്താണ്, റിയൽ. ഓക്കെ, അപ്പോൾ രണ്ട് നോൺ ഒന്നിച്ച് വരുന്നില്ല മീനിങ്ങിൽ. ഓക്കെ, കൺഫ്യൂഷൻ വരാതെ നിൽക്കാനാണ് രണ്ട് നോൺ ഒരുമിച്ച് വരുന്നില്ല എന്ന് വെക്കുക. ഫിക്ഷൻ നോൺ ഫിക്ഷൻ എന്ന് പറയുമ്പോൾ അവിടെ റിയൽ ആണ്. ഓക്കെ, റിയൽ. ആൻഡ് ഫിക്ഷൻ എന്ന് പറയുമ്പോൾ നോൺ റിയൽ. ഓക്കെ, അവിടെ എന്താ പറയുക, നോൺ എവിടെയെങ്കിലും ഒന്നിൽ കൊടുത്താൽ മതി. ഓക്കെ, സോ ഇങ്ങനെ ഈ ഒരു ടിപ്പ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവില്ല. അപ്പോൾ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. യെസ്, സോ പ്രോസ് എന്താണെന്നുള്ളത് മനസ്സിലായി അല്ലേ. അതെന്തായാലും ഇവിടെ ഇൻ ലോങ്ങർ ഫോംസ് ലൈക്ക് നോവൽസ് ഇറ്റ് ക്യാൻ ഓൾസോ ഡിവൈഡഡ് ഇൻ ടു ചാപ്റ്റേഴ്സ് ഓർ യൂണിറ്റ്സ് അല്ലേ. അതായത് നമ്മളിപ്പോൾ നേരത്തെ ഇവിടെ പറഞ്ഞൊരു പോയിന്റിൻ്റെ ബാക്കിയാണത്. അതായത് നമ്മൾ പറഞ്ഞു അല്ലേ, എന്താണ് ഇവിടെ സെൻറ്റൻസസും പാരഗ്രാഫ്സും ഒക്കെ ആയിട്ട് അല്ലേ, അങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. അതേപോലെ തന്നെ നമുക്ക് പ്രോസിനെ പിന്നെയും അതിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് എന്തായിട്ട് ഡിവൈഡ് ചെയ്യാമെന്നാണ് പറയുന്നത്, എന്തൊക്കെയായിട്ട് ഡിവൈഡ് ചെയ്യാം, ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഓർ യൂണിറ്റ്സ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഒരു ഫസ്റ്റ് ചാപ്റ്റർ, സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു വലിയൊരു ബുക്കാണ്. അപ്പോൾ അത്രയും വലിയൊരു വർക്ക് ആവുന്ന സമയത്ത് നമ്മൾ ബുക്കിനെ എന്താക്കും, ഇങ്ങനെ ഫസ്റ്റ് ചാപ്റ്റർ, ഇത് സെക്കൻഡ് ചാപ്റ്റർ, തേർഡ് ചാപ്റ്റർ പറഞ്ഞിട്ടുള്ള ലെവലിൽ ഇങ്ങനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ പ്രോസിനെ. അപ്പോൾ അത് അവിടെ എന്താണ്, സെൻറ്റൻസിനും പാരഗ്രാഫുകൾക്കും അപ്പുറം നമ്മൾ അതിനെ പ്രത്യേകിച്ച് വേറെ ഒരു ഡിവിഷൻ തന്നെ ആക്കുകയാണ്. അതെന്താണ്, ലോങ്ങർ ഫോംസിനാണ് കേട്ടോ. ലോങ്ങർ ഫോംസ് ലൈക്ക് നോവൽസ് അല്ലേ, നോവൽസ് ഒക്കെ ഭയങ്കര ലോങ്ങർ ആയിരിക്കും, അതിനൊക്കെ നമുക്ക് ഭാഗങ്ങളാക്കിയിട്ട് തിരിക്കാൻ പറ്റും. ഓക്കെ, പ്രോസ് റൈറ്റിങ്സിന് അങ്ങനെ ഒരു ഗുണമുണ്ട്. ഇനി നമുക്ക് സ്ട്രക്ചറൽ എലമെൻറ്റ്സ് ഇൻ പ്രോസ് അല്ലേ. എന്താണ് സ്ട്രക്ചറൽ എലമെൻറ്റ്സ് ഇൻ പ്രോസ് നോക്കാം. അതായത് എന്തൊക്കെ എലമെൻറ്റ്സ് ആണ് പ്രോസ് റൈറ്റിങ്ങിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മൾ കുറച്ച് പാറ്റേൺസും കാര്യങ്ങളും പോയിട്രിയത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ നമുക്ക് ഇതിലുണ്ട് എന്താണ്, ക്യാരക്ടേഴ്സ് അല്ലേ. ക്യാരക്ടേഴ്സ് ഫസ്റ്റ് വൺ ആണ്. എന്താണ്, ദീസ് ആർ ദ ഹ്യൂമൻസ് ഓർ ആനിമൽസ് ദാറ്റ് ഇൻട്രാക്ട് ഇൻ എ സ്റ്റോറി അല്ലേ. ഞാനിപ്പോൾ ഇത്ര ഡീറ്റെയിൽ ആയി പറയണം. എന്താണ് ക്യാരക്ടർ, ഹ്യൂമനും ആവാം, മേ ബി ആനിമൽസും ആവാം ക്യാരക്ടേഴ്സ് അല്ലേ. അപ്പോൾ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് അല്ലേ, അങ്ങനെ ഇൻട്രാക്ട് ചെയ്യുന്ന സ്റ്റോറിയിൽ ഉണ്ടാവുന്ന അതിൽ ആരെക്കുറിച്ചാണ് പറയുന്നത്, അല്ലേ, അവരാണ് എന്ത് ക്യാരക്ടേഴ്സ്. ദെൻ സെറ്റിംഗ്, ഒരു സെറ്റിംഗ് ഉണ്ടായിരിക്കും. എന്താണ് സെറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇറ്റ് ഈസ് ദ ടൈം ആൻഡ് പ്ലേസ് വെർ എ സ്റ്റോറി ടേക്ക് പ്ലേസ് അല്ലേ. ആൻഡ് എവിടെയാണോ സ്റ്റോറി പ്ലേസ് ചെയ്യുന്നത്, ആ സ്ഥലവും അതുപോലെ തന്നെ ആ സമയവും അല്ലേ, ടൈമും അതുപോലെ ആ സ്ഥലവും ആയിരിക്കും എന്തെന്ന് പറയുന്നത്, സെറ്റിംഗ് എന്ന് പറയുന്നത്. എവിടെയാണ് ആ സ്റ്റോറി നടക്കുന്നത്, എപ്പോഴാണ് ആ സ്റ്റോറി നടക്കുന്നത്. ഓക്കെ, ദെൻ പോയിന്റ് ഓഫ് വ്യൂ, അത് ഏത് പേഴ്സ്പെക്റ്റീവിലാണ് അത് പറയുന്നത് എന്നുള്ളത് വെച്ചിട്ടായിരിക്കും പോയിന്റ് ഓഫ് വ്യൂ പറയുക അല്ലേ. അതായത് ഇറ്റ് ഈസ് ദ പേഴ്സ്പെക്റ്റീവ് ഫ്രം വിച്ച് ദ സ്റ്റോറി ഈസ് ടോൾഡ് അല്ലേ, പേഴ്സ്പെക്റ്റീവ് എന്ന് ഓർത്ത് വെക്കുക. ദെൻ വി ഹാവ് പ്ലോട്ട് അല്ലേ. പ്ലോട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലോട്ട് എന്താണ്, ദിസ് റെഫേഴ്സ് ടു ദ സീക്വൻസ് ഓഫ് ഇവൻറ്റ്സ് എന്ന സ്റ്റോറി. ഓക്കെ, സീക്വൻസ് ഓഫ് ഇവൻറ്റ്സ് എന്ന സ്റ്റോറി. പ്ലോട്ട് ഒന്ന് ഓർത്ത് വെക്കണം. എന്താണ്, ഏത് സ്റ്റോറിക്കായാലും ഒരു സീക്വൻഷ്യൽ അറേഞ്ച്മെൻറ്റ് ഉണ്ടാവും അല്ലേ. ഒരു എന്താ പറയുക,
ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ രാവിലെ നടക്കുന്ന ഒരു കാര്യം അത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും മേ ബി ഈവനിങ് നടക്കുന്ന ഒരു കാര്യമായിരിക്കും പറയേണ്ടിണ്ടാവുക അല്ലേ. നമ്മൾ ചിലപ്പോൾ ഫ്ലാഷ് ബാക്ക് പറയും, കുറച്ച് ചിലപ്പോൾ ഫോർവേഡ് പറയും, അങ്ങനെയൊക്കെ പറയില്ലേ. സ്റ്റോറി പല രീതിക്കാണ്. അപ്പോൾ അതിനൊരു അടുക്കും ചിട്ടയുണ്ടാവില്ല. നമുക്ക് റീഡേഴ്സിന് മനസ്സിലാവുന്ന രീതിക്ക് റൈറ്റർ അടുക്കി പെറുക്കി വെച്ചൊരു രീതി ഉണ്ടാവും അല്ലേ. അതാണ് എന്ത് പ്ലോട്ട് എന്ന് പറയുന്നത്. ഒരു സീക്വൻഷ്യൽ എന്തുണ്ടാവും, ഒരു ഇവൻസിനൊരു സീക്വൻഷ്യൽ പൊസിഷൻ ഉണ്ടാവും ആൻഡ് ഒരു അറേഞ്ച്മെൻറ്റ് ഉണ്ടാവും അല്ലെ. അങ്ങനെ പറയും, സീക്വൻഷ്യൽ അറേഞ്ച്മെൻറ്റ് ഉണ്ടാവും. ആൻഡ് മൂഡ് എന്താണ്, ഇറ്റ് ഈസ് ദ ഫീലിംഗ് ഓർ അറ്റ്മോസ്ഫിയർ എ സ്റ്റോറി കൺവേസ് ബേസ്ഡ് ഓൺ ദ ചോയ്സ് ഓഫ് വേർഡ്സ് ആൻഡ് അതർ എലമെൻറ്റ്സ് ഇൻ ദ സ്റ്റോറി. അതെന്താ ഒരു ഫീലിംഗ് ആണ് അല്ലേ, അല്ലെങ്കിൽ ഓർ അറ്റ്മോസ്ഫിയർ ഓഫ് എ സ്റ്റോറി അല്ലെ. അതെന്തിലൂടെ മനസ്സിലാവും, യൂസ് ചെയ്തിട്ടുള്ള വേർഡ്സിലൂടെ അല്ലെ, ക്യാരക്ടേഴ്സിൻ്റെ ഡയലോഗ്സിലൂടെ, ബാക്കിയുള്ള എലമെൻസിലൂടെ ഒക്കെ ആ സ്റ്റോറിയുടെ മൂഡ് എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. നമുക്ക് ചില സ്റ്റോറി വായിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ആ ഒരു മൂഡിൽ ചിലപ്പോൾ ചില സ്റ്റോറീസ് നമുക്ക് നല്ല ഹാപ്പി ആയിട്ട് വായിക്കാൻ പറ്റും. ചിലത് വായിക്കുമ്പോൾ നമ്മളിങ്ങനെ ഭയങ്കര സങ്കടപ്പെട്ടു അല്ലേ. അതിൻ്റെ ആ വേർഡ്സ് അല്ലേ, ആ യൂസ് ചെയ്തിട്ടുള്ള ലാംഗ്വേജിൽ അത് നമുക്ക് എന്താണ് ഭയങ്കരമായിട്ട് ടച്ച് ചെയ്യും. അവിടെയാണ് മൂഡ് അല്ലേ. അതാണ് ഒരു സ്റ്റോറിയുടെ മൂഡ് എന്ന് പറയുന്നത്. അറ്റ്മോസ്ഫിയർ ഓഫ് എ സ്റ്റോറി. ദെൻ ടീം എന്താണ്, നിങ്ങൾ എല്ലാവരും നോക്കി വെക്കുന്നതായിരിക്കുമല്ലോ അല്ലേ. ഇപ്പോൾ ഡിഗ്രി ഒക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു വർക്ക് പഠിക്കുകയാണെങ്കിൽ അതിൻ്റെ തീം എന്താണെന്ന് നോക്കില്ല. എന്താണ് തീം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സെൻട്രൽ ഐഡിയ ഓർ ദ മെയിൻ മെസ്സേജ് ഓഫ് ദ സ്റ്റോറി അല്ലേ. ഒരു സെൻട്രൽ ഐഡിയയെ ചുറ്റിപ്പറ്റിയിട്ടായിരിക്കും അല്ലേ സ്റ്റോറീസ് ഒക്കെ പോയാൽ. സെൻട്രൽ ഐഡിയ ഓർ ദ മെയിൻ മെസ്സേജ് അല്ലേ ഓഫ് എ സ്റ്റോറി. അപ്പം എന്താണ്, ചിലതൊരു സെൻട്രൽ ഐഡിയ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും അല്ലേ. ആ ഒരു കാര്യത്തിനെ ചുറ്റിപ്പറ്റിയായിരിക്കും ആ സ്റ്റോറി ഉണ്ടാവുക. ഇപ്പം എക്സിസ്റ്റൻഷ്യലിസം നമുക്ക് അങ്ങനെ ഒരു തീമായിട്ട് പറയാൻ പറ്റും. ലവിനെ ചുറ്റിപ്പറ്റിയായിരിക്കും ആ സ്റ്റോറി ഉണ്ടാവുക. എല്ലാം അല്ലേ, നമുക്ക് ഒരുപാട് തിങ്സ് പറയാൻ പറ്റും അല്ലേ. അങ്ങനെ എന്താണ് ആ ഒരു ഐഡിയ അല്ലേ. ചിലപ്പോൾ ഒന്നിലധികം ഐഡിയാസ് ഉണ്ടാവും. ചിലതിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും, ഒരുപാട് തീംസ് ഉണ്ടാവും. ലോൺലിനെസ്, ലവ് ആൻഡ് ഹേറ്റ്രഡ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് തീംസിൽ ചുറ്റിപ്പറ്റിയിട്ടായിരിക്കും ചില സ്റ്റോറീസ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള ഒരു മെയിൻ ഐഡിയ ആണ് എന്ത് പറയുക, തീം പറയുക. ആ സ്റ്റോറി എന്തോ ഒരു മെസ്സേജ് തരാൻ ഉദ്ദേശിക്കുന്നത്, എന്തോ ഒന്ന് അവിടെ എന്തോ ഒരു സംഭവം നമ്മളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് ദ തീം ഓഫ് ദാറ്റ് story or that prose work അല്ലേ. യെസ്, that's all the structural elements of prose എന്ന് പറയുന്നത് അല്ലേ. Then ഇനി നമുക്ക് അതിനെ ഞാൻ ഒന്നുകൂടി എക്സാമ്പിൾ പറഞ്ഞത്. ഇവിടെ നമുക്കുള്ളത് എന്താണ്, എക്സെപ്റ്റ് ഫ്രം ദ ഫസ്റ്റ് ചാപ്റ്റർ ഓഫ് ആലീസ് അഡ്വെഞ്ചേഴ്സ് ഇൻ വണ്ടർലാൻഡ് അല്ലേ. ആലീസ് ഇൻ വണ്ടർലാൻഡ് അതിൻ്റെ ഒരു ഷോർട്ട് പാരഗ്രാഫാണിത്. ആൻഡ് ഇവിടെ എന്താണ്, ആലീസ് വാസ് ബിഗിനിങ് ടു ഗെറ്റ് വെരി ടയർഡ് ഓഫ് സിറ്റിംഗ് ബൈ ഹെർ സിസ്റ്റർ ഓൺ ദ ബാങ്ക് ആൻഡ് ഓഫ് ഹാവിംഗ് നത്തിങ് ടു ഡു. Once or twice she had peeped into the book of her sister. Her sister was reading, but it had no pictures or conversations in it. And what is the use of that book, thought Alice, without pictures or conversations അല്ലേ. അപ്പോൾ ഇതാണ് ഒരു പാരഗ്രാഫ്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ്, നമുക്ക് ഫസ്റ്റ് ക്യാരക്ടേഴ്സ് നോക്കാം അല്ലേ. എന്താണ്, ആലിസ് ഇസ് ദ മെയിൻ ക്യാരക്ടർ. അതായത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലായി ആലിസ് ആണ് മെയിൻ ക്യാരക്ടർ. ആൻഡ് ഹെർ സിസ്റ്റർ ഇസ് മെൻഷൻ അല്ലേ. ഹെർ സിസ്റ്റർ അത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ 2 ക്യാരക്ടേഴ്സ് ഉണ്ട് അല്ലേ, 2 പേരെ പറ്റിയാണ് പറഞ്ഞത്. അപ്പോൾ ക്യാരക്ടർ പിടികിട്ടും. ദെൻ സെറ്റിംഗ്, എന്താ സെറ്റിംഗ്, ദ സ്റ്റോറി ടേക്സ് പ്ലേസ് ഓൺ ദ ബാങ്ക് ഓഫ് എ റിവർ അല്ലേ. എവിടെ പറഞ്ഞു, ബാങ്ക് ഓഫ് എ റിവർ. അതാണ് ഈ സ്റ്റോറിയുടെ സെറ്റിംഗ്. ആൻഡ് where Alice and her sister are sitting, and later in the story Alice stumbles upon Wonderland. Then point of view എന്താണ്, the story is told from the third person perspective but focuses on Alice's thoughts and feelings. എങ്ങനെയാണ് ഇതിപ്പോൾ പറയുന്ന ആരാണ്, ആലിസ് ആണോ സ്റ്റോറി പറയുന്നത്? ആലിസിൻ്റെ സിസ്റ്റർ ആണോ? അല്ല, മറിച്ച് ആരാണ്, നമ്മുടെ റൈറ്റർ തന്നെയാണ് അല്ലേ, പുറമേ നിന്ന് ഒരാളാണ്. അപ്പോൾ ഇതാണ് തേർഡ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂലാണ് എഴുതിയത്. പക്ഷേ എന്തിനാണ് അത് ഫോക്കസ് ചെയ്യുന്നത്, ആലിസിൻ്റെ തോട്ട്സിലാണ് ഫോക്കസ് കൊടുക്കുന്നത് അല്ലേ. ആൻഡ് ദാറ്റ് ഇസ് ദ പോയിന്റ് ഓഫ് വ്യൂ അല്ലേ, തേർഡ് പേഴ്സൺ പെർസ്പെക്റ്റീവ്, തേർഡ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂലാണ് ഈ ഒരു വർക്ക് എഴുതിയിട്ടുള്ളത്. സോ പോയിന്റ് ഓഫ് വ്യൂ ക്ലിയർ ആയല്ലോ. നമ്മളെന്ത് പറഞ്ഞു, ക്യാരക്ടേഴ്സ് പറഞ്ഞു, സെറ്റിംഗ് ആൻഡ് പോയിന്റ് ഓഫ് വ്യൂ ക്ലിയർ ആയല്ലേ. ദെൻ ഇനി സെയിം ആയിട്ടുള്ള പാരഗ്രാഫ് തന്നെയാണ് ഇവിടെ ഉള്ളത്. ആൻഡ് ഇതിൽ മൂഡ് നോക്കാം അല്ലേ. എന്താണ് മൂഡ്, ഇതിൽ ആലിസിൻ്റെ മൂഡ് പറയുന്നില്ല, ഗെറ്റ് വെരി ടയർഡ് ആൻഡ് സിറ്റിംഗ് ബൈ ഹെർ സിസ്റ്റർ അല്ലേ. അതായത് അവളുടെ മൂഡ് എന്താണ്, അപ്പോൾ ആലിസ് ഇസ് ബോർഡ് ആൻഡ് ദെൻ ക്യൂരിയസ് അല്ലേ. ക്യൂരിയസ് എവിടെയാണ് നമുക്ക് കിട്ടുന്നത്, അല്ലേ. ഷീ ഹാഡ് പീപ്ഡ് ഇൻ ടു ദ ബുക്ക് ഹെർ സിസ്റ്റർ വാസ് റീഡിങ് അല്ലേ. സിസ്റ്റർ റീഡ് ചെയ്യുന്ന ബുക്കിനകത്തേക്ക് ഇങ്ങനെ പീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ എന്താ, ആലിസിൻ്റെ മൂഡ് ക്യൂരിയസ് ആണ്, എന്താണ് അതിനകത്തുള്ളതെന്ന് അറിയാൻ. അപ്പോൾ നമുക്ക് ആ ഒരു മൂഡ് കിട്ടി അല്ലേ. ആ ഒരു ഇത്രയൊരു പാരഗ്രാഫിൻ്റെ മൂഡ് എന്താണ് മനസ്സിലായില്ലേ. ദെൻ തീം എന്താണ്, ദ ഓവറോൾ തീം ഓഫ് ദ നോവൽ ഇസ് ഗ്രോയിങ് അപ്പ് ആൻഡ് ദ ഇമാജിനേഷൻ ആൻഡ് ക്യൂരിയോസിറ്റി ദാറ്റ്
ഗോസ് വിത്ത് ഇറ്റ് അല്ലേ. നോവൽ എന്താണ് ഗ്രോയിങ് അപ്പ് ആൻഡ് ഇമാജിനേഷനും ക്യൂരിയോസിറ്റിയും ഒക്കെ എന്താണ് അതിൻ്റെ തീമായിട്ട് വരുന്നുണ്ട്. ഓക്കെ, ദെൻ പ്ലോട്ട് എന്താ? ദ നോവൽ സ്റ്റോറി ഈസ് അബൌട്ട് ആലീസ് എൻകൗണ്ടേഴ്സ് ഇൻ എ സ്ട്രേഞ്ച് പ്ലേസ് അല്ലേ. ആലീസിൻ്റെ എൻകൗണ്ടേഴ്സ് ആണ് സ്ട്രേഞ്ച് പ്ലേസിൽ. ആലീസിൻ്റെ എൻകൗണ്ടേഴ്സ് ആണ് എന്ത് പറയുന്നത് ഈ നോവലിലെ പ്ലോട്ട് എന്ന് പറയുന്നത്. ആൻഡ് വിത്ത് സ്ട്രേഞ്ച് ക്യാരക്ടേഴ്സ് ആൻഡ് ഹൗ ഷീ ഫൈൻഡ്സ് ഹർ വേ ഹോം അല്ലേ. ഒരുപാട് സ്ട്രേഞ്ച് പ്ലേസിലുള്ള ആലീസിൻ്റെ എൻകൗണ്ടേഴ്സും ആൻഡ് അവൾ എങ്ങനെയാണ് വീട്ടിലേക്ക് എത്തുന്നത്, ഇതൊക്കെയാണ് അതിൻ്റെ പ്ലോട്ടായിട്ട് വരുന്നത് അല്ലേ. അതാണ് അതിൻ്റെ ഇവൻസിൻ്റെ ആ ഒരു അറേഞ്ച്മെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, യാ. ആൻഡ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിളോട് വെച്ച് പറഞ്ഞപ്പോൾ നന്നായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. യാ, ദെൻ ദാറ്റ്സ് ഓൾ അബൌട്ട് പ്രോസ്. ദെൻ വി ഹാവ് ഡ്രാമ. ഓക്കെ, ഡ്രാമ എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. എന്താണ് ഡ്രാമ? ടെൽസ് എ സ്റ്റോറി ഇൻ പ്രോസ് ഓർ ഇൻ വേഴ്സ് അല്ലേ. വേഴ്സിൽ ഡ്രമാറ്റിക് പോയട്രിയിലൊക്കെ നമുക്കൊരു ഡ്രാമ പോലെ തന്നെ നമുക്ക് എന്താ പറയാം, സ്റ്റോറി പറയാൻ പറ്റും അല്ലേ. ആൻഡ് അപ്പോൾ നമുക്ക് ഡ്രാമ എന്താണ്, സ്റ്റോറി, ഒരു സ്റ്റോറിയാണ് പറയുന്നത്. അത് എങ്ങനെ പറയാം? പ്രോസ് ആയിട്ടോ പറയാം, അല്ലെങ്കിൽ ഇൻ വേഴ്സ് ആയിട്ടോ പറയാം അല്ലേ, ലൈക്ക് ഇൻ പോയട്രി അല്ലേ. അപ്പം അങ്ങനെ സ്റ്റോറി തന്നെയാണ് പറയുന്നത് ഡ്രാമയിലും. പക്ഷേ എങ്ങനെയാണ്? ബട്ട് അൺലൈക്ക് ദ ടു അതർ യോണേഴ്സ് അല്ലേ. ഏതൊക്കെയാ ടു അതർ യോണേഴ്സ്? പോയട്രി അല്ലെങ്കിൽ പ്രോസ് അല്ലേ. And unlike that two other genres, drama is intentionally written to be presented on stage. That is the difference. Okay, എന്താണ്? It is intentionally അല്ലേ. ഇൻറ്റൻഷനലി അത് എന്തിനാണ് എഴുതിയിട്ടുള്ളത്, എന്ത് ഉദ്ദേശത്തോടെയാണ്? ദാറ്റ് ഇസ് മെൻറ്റ് ടു ബി സ്റ്റേജ്ഡ് അല്ലേ. സ്റ്റേജിലേക്കുള്ളതാണ് ഡ്രാമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇറ്റ് ഇസ് മെൻറ്റ് ടു ബി പ്രസൻറ്റഡ് ഓൺ സ്റ്റേജ് അല്ലേ. ആൻഡ് അതാണ് ഡ്രാമ എന്ന് പറയുന്ന ജോണറിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അത് ക്ലിയർ ആണെന്നായിരിക്കും. നമുക്ക് ഡ്രാമ എങ്ങനെ എഴുതാം? പ്രോസ് ആയിട്ടും എഴുതാം, വേഴ്സ് ആയിട്ടും എഴുതാം. പക്ഷേ ഡിഫറൻസ് വരുന്നത് അത് സ്റ്റേജിൽ പ്രസൻറ്റ് ചെയ്യാനുള്ളതാണെന്നുള്ളതാണ്. ഓക്കെ, അത്രേ പറയുന്നുള്ളൂ. ആൻഡ് യെസ്, ഇനി ഇതിലും നമുക്ക് കുറച്ച് എലമെൻറ്റ്സ് ഒക്കെ ഉണ്ട് അല്ലേ. സ്ട്രക്ചറൽ എലമെൻറ്റ്സ് എന്തിനും ഉണ്ട്, ഡ്രാമയ്ക്കും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സാമ്പിളോട് കൂടി തന്നെ പറയാം അല്ലേ. ഫസ്റ്റ് വൺ എന്താണ്? സെറ്റിംഗ്. സെറ്റിംഗ് നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെയാണ് അല്ലേ. ഇറ്റ് ഈസ് എ പ്ലേസ് ആൻഡ് ടൈം ഇൻ വിച്ച് ദ പ്ലേ ടേക്സ് പ്ലേസ് അല്ലേ. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഡ്രാമ കാണാൻ അത് സ്റ്റേജിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ആ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ടൈമോ പ്ലേസോ അല്ല. ഓക്കെ, ആ ടൈമോ പ്ലേസോ അല്ല. എന്താണ് ആ പ്ലേയിൽ പറയുന്നത്, അതായത് ആ സ്റ്റോറി അല്ലേ, അത് ഏത് സമയത്താണെന്നുള്ളതാണ് കേട്ടോ. പ്ലേസ് ആൻഡ് ടൈം, ദ പ്ലേ ടേക്സ് പ്ലേസ്. ഓക്കെ, ദെൻ ഇപ്പം ഇവിടെ നമുക്ക് സെറ്റിങ്ങിനൊരു എക്സാമ്പിൾ. എന്താണ് സെറ്റിംഗ്? കണ്ടോ, സീൻ 1 എന്താണ്? ആൻ ഓപ്പൺ പ്ലേസ് ജോയിനിങ് കാത്തലിക്സ് ഗാർഡൻ അല്ലേ. ഇതാണ് എന്ത്, ഇതിൻ്റെ സെറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സെറ്റിംഗ് അതാണ്. ആൻഡ് യാ, സ്റ്റേജ് ഡയറക്ഷൻ. ദെൻ നെക്സ്റ്റ് വൺ ഇസ് സ്റ്റേജ് ഡയറക്ഷൻ. യാ, എന്താണ് സ്റ്റേജ് ഡയറക്ഷൻ? സ്റ്റേജ് ഡയറക്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ ആർ ഇൻസ്ട്രക്ഷൻസ് ദാറ്റ് ടെൽ ദ ആക്ടേഴ്സ് വാട്ട് ടു ഡു ഓൺ ദ സ്റ്റേജ് അല്ലേ. എന്താണ് ആക്ടേഴ്സ് ചെയ്യേണ്ടതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും അല്ലേ. ആൻഡ് അതാണ് എന്തെന്ന് പറയുന്നത്, സ്റ്റേജ് ഡയറക്ഷൻസ് എന്ന് പറയുന്നത്. ഓരോ ആക്ടേഴ്സ് വന്നിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ അങ്ങനെ ഓരോന്നും ഉണ്ടാവില്ല. ഇവർക്ക് ഡയലോഗ്സിന് അപ്പുറത്ത് ഇവർ കാണിക്കേണ്ട ആക്ടിവിറ്റീസ്, അതാണ്. ആൻഡ് ദേ ആർ യൂഷ്വലി റിട്ടൺ ഇൻ ഇറ്റാലിക്സ് ഓർ പാരന്തസിസ് അല്ലേ. അത് ബ്രാക്കറ്റിലായിട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ ഇറ്റാലിക്സിലോ ആയിട്ടായിരിക്കും എഴുതിയിട്ടുണ്ടാകും. കണ്ടില്ലേ, സ്റ്റേജ് ഡയറക്ഷൻ ആണ് ഇവിടെ. എന്താണ്? എൻറ്റർ റോമിയോ അല്ലെ, റോമിയോ ആൻഡ് ജൂലിയറ്റ് ആണെന്ന് തോന്നുന്നല്ല, അതാണ് കേട്ടോ. ആൻഡ് അതിൽ എന്താണ്, റോമിയോ എൻട്രി ആണ് അല്ലെ, എൻറ്റർ റോമിയോ. അതെന്താണ്, ഇറ്റാലിക്സിലാണ് എഴുതിയില്ല. ഇതെന്താണ്, ഒരു സ്റ്റേജ് ഡയറക്ഷൻ ആണ്. ഓക്കെ, സോ ഇത് രണ്ടും ഇതിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടായത്. ഇതേപോലെ ഹി ക്ലൈംസ് ആൻഡ് വാക്സ് ആൻഡ് ലീവ്സ് ഡൗൺ വിത്തിൻ ഇറ്റ് എൻറ്റർ ബെൻവോളിയോ ആൻഡ് മെർഷ്യോ അല്ലേ. അതെന്താണ്, സ്റ്റേജ് ഡയറക്ഷൻ ആണ്. ആൻഡ് ഇതൊക്കെ എന്താണ്, ഇതൊക്കെ ഡയലോഗ്സ് ആണ് കേട്ടോ. നമുക്ക് അടുത്തതിൽ നോക്കാം. അടുത്തൊരു എലമെൻ്റ് ആണത്. ഇത് ക്ലിയർ ആയല്ലോ അല്ലേ. സെറ്റിങ്ങും അതുപോലെ സ്റ്റേജ് ഡയറക്ഷനും ക്ലിയർ ആയി വിചാരിക്കും. ഇനി വി ഹാവ് ഡയലോഗ് അല്ലേ. ഡയലോഗ് എന്താണെന്ന് ഇപ്പോൾ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാലോ. എന്താണ്? ഇറ്റ് ഈസ് വാട്ട് ദ ക്യാരക്ടർ സേ ഔട്ട് ലൗഡ് ഓൺ സ്റ്റേജ് അല്ലേ. സേ ഔട്ട് ലൗഡ് ഓൺ സ്റ്റേജ്. ഇറ്റ് ഈസ് എയ്തർ എ കോൺവെർസേഷൻ ബിറ്റ്വീൻ ക്യാരക്ടേഴ്സ് ഓർ എ മോണോലോഗ് അല്ലേ. ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ഡയലോഗ് ആയിരിക്കാം. ചിലപ്പോൾ ഡ്രാമയിൽ എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ഒരു ക്യാരക്ടർ മുന്നിൽ വന്ന് ഉറക്കെ പറയുന്ന കാര്യങ്ങളായിരിക്കാം. മേ ബി ക്യാരക്ടേഴ്സ് തമ്മിലുള്ള കോൺവെർസേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ എന്തായിരിക്കാം, ഒരു മോണോലോഗ് ആയിരിക്കാം അല്ലേ. നമ്മളോട് തന്നെ പറയുന്ന ലെവലിൽ പറയുന്ന രീതിക്ക് അല്ലേ. സോലോക്കീസ് അങ്ങനെയും ആവാം, മോണോലോഗ്സ് ആവാം, അങ്ങനെയൊക്കെ ആവാം അല്ലേ. ആൻഡ് സോ അതാണ് ഇത് ഡയലോഗ് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ കാണിച്ചു അല്ലേ. അതാ ഇവിടെ ക്യാൻ ഐ ഗോ ഫോർവേഡ് വെൻ മൈ ഹോട്ട് ഇസ് ഹിയർ അല്ലേ. അതൊക്കെ എന്താണ്, ഡയലോഗ്സ് ആണ്. ആൻഡ് വി ഹാവ് ക്യാരക്ടേഴ്സ് അല്ലേ. എന്താണ് ക്യാരക്ടേഴ്സ്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദേ ആർ പീപ്പിൾ ഓർ ആനിമൽസ് ഇൻ എ പ്ലേ അല്ലേ. ആ പ്ലേയിലുള്ള പീപ്പിൾ അല്ലെങ്കിൽ ആനിമൽസ് ആണ് അല്ലേ. അതാണ് ക്യാരക്ടേഴ്സ്. ആൻഡ് ദേ ആർ യൂഷ്വലി പ്ലേഡ് ബൈ ആക്ടേഴ്സ് അല്ലേ. പക്ഷെ ആ ക്യാരക്ടേഴ്സിനെ
ആക്ടേഴ്സ് ആയിരിക്കും എന്ത് ചെയ്യുക, പ്ലേ ചെയ്യുക അല്ലേ. അപ്പോൾ നമുക്ക് ക്യാരക്ടറിനെ ചെയ്യുന്നത് വേറൊരു ക്യാരക്ടർ ആയിരിക്കും അല്ലേ, അത് വേറൊരു ഹ്യൂമൻ ബീയിങ് ആയിരിക്കും. ഓക്കെ, സോ അതാണ് ഡ്രാമയുടെ ക്യാരക്ടേഴ്സിൻ്റെ സ്പെഷ്യാലിറ്റി അല്ലേ. ദേ ആർ യൂഷ്വലി പ്ലേഡ് ബൈ ആക്ടേഴ്സ്. ഓക്കെ, സോ ഇതൊക്കെയാണ് എന്ത് സ്ട്രക്ചറൽ എലമെൻറ്റ്സ് ഓഫ് ഡ്രാമ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇനി നമുക്കൊന്ന് റിവൈസ് ചെയ്തൊന്ന് പോകാം അല്ലേ. എന്താണ് ഫസ്റ്റ് വൺ എന്തായിരുന്നു, പോയട്രി ആയിരുന്നു. ആൻഡ് പോയട്രി എന്താണ്, പോയട്രി യൂസസ് ലാംഗ്വേജ് ആൻഡ് പാറ്റേൺസ് ടു ഇവോക്ക് എ ഫീലിംഗ് അല്ലേ, ഒരു ഫീലിംഗ് ഇവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, ഓർ എക്സ്പ്രസ് ആൻ ഐഡിയ അല്ലേ, ഫീലിങ്സ് ഇവോക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഐഡിയ എക്സ്പ്രസ് ചെയ്യാനോ വേണ്ടി യൂസ് ചെയ്യും. ആൻഡ് ഇറ്റ് സ്ട്രക്ചറൽ എലമെൻറ്റ്സ് ഇൻക്ലൂഡ് വേഴ്സ്, സ്റ്റാൻസ, റൈം, മീറ്റർ. ഇതൊക്കെ എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ദെൻ വി ഹാവ് പ്രോസ്. പ്രോസ് എന്താണ്, പ്രോസ് ഇസ് റിട്ടൺ ഇൻ ദ സെൻറ്റൻസസ് ആൻഡ് പാരഗ്രാഫ്സ് അല്ലേ, സെൻറ്റൻസ് ആയിട്ട് പാരഗ്രാഫ് ആയിട്ടായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. ആൻഡ് ക്യാൻ ബി ഫിക്ഷൻ ഓർ നോൺ ഫിക്ഷൻ അല്ലേ, ഫിക്ഷൻ ആയിരിക്കാം ആൻഡ് നോൺ ഫിക്ഷൻ ആയിരിക്കാം. ഇറ്റ്സ് എലമെൻറ്റ്സ് ക്യാൻ ബി എ കോമ്പിനേഷൻ ഓഫ് ക്യാരക്ടർ, സെറ്റിംഗ്, പോയിന്റ് ഓഫ് വ്യൂ, പ്ലോട്ട്, മൂഡ്, തീം. ഓക്കെ, എന്താണൊക്കെ ഇപ്പം നമ്മൾ പറഞ്ഞു. ആൻഡ് വി ഹാവ് ഡ്രാമ. ഡ്രാമ ടെൽസ് എ സ്റ്റോറി ഇൻ പ്രോസ് ഓർ വേഴ്സ് ബട്ട് ഇസ് specifically written to be performed on stage. Okay, and its elements include settings, stage directions, and dialogues and characters. Okay, അപ്പോൾ ഇതൊക്കെയാണ് എന്ത് പോയട്രി, പ്രോസ്, ഡ്രാമ ഇതിൻ്റെ മൊത്തത്തിലുള്ള ഓവറോൾ ആയിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, സോ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ഫോർ യു. നമ്മൾ ഇന്നിപ്പോൾ ലിറ്റററി ഓണേഴ്സിൻ്റെ ഒന്ന് ഓവറോൾ നോക്കിയിട്ടേ ഉള്ളൂ നമ്മൾ ഇതുവരെ ഉള്ള ക്ലാസ്സിൽ. ഇനി നമുക്ക് പോകാണ്ട് നിങ്ങൾക്ക് അറിയാം അല്ലേ, നമുക്ക് എന്തൊക്കെ പറയാണ്ട്. പോയിട്രിയുടെ അണ്ടറിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, പ്രോസിൻ്റെ അണ്ടറിൽ ഒരുപാട് കാര്യങ്ങൾ വേറെ സബായിട്ട് കിടക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ആൻഡ് ഹിറ്റ് ദ ബെൽ ഐക്കൺ. സ്റ്റേ ട്യൂൺഡ്. ബൈ.